1-ാം തീയതികളിൽ അമ്പലത്തിൽ വരുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? കൈപൊക്കിക്ക്. ഇതാ ഇത്രേ ഉള്ളൂ, വളരെ വിരലുണ്ടാവുന്നവരെ കൈപൊക്കുള്ളൂ. കാരണം 1-ാം തീയതി മറന്നു പോകും. നമ്മൾ ഇംഗ്ലീഷ് സംസ്കാരത്തിലാണ് എപ്പോഴും ജീവിക്കണത്. 12 മണി കഴിയുമ്പോൾ തൻ്റെ കുട്ടീനെ ഉണർത്തി തല്ലി എണീപ്പിച്ച് അവൻ്റെ 5-ാം വയസ്സിൽ 5 മെഴുകുതിരി കത്തിച്ച് വെച്ച് ആ മെഴുകുതിരി ഊതിക്കെടുത്തി അവൻ്റെ 5 വർഷത്തെ നശിപ്പിച്ചിട്ട് കേക്കും മുറിച്ച് അവൻ്റെ വായിലും വെച്ച് കൊടുത്തിട്ട് തിരിച്ചു കിടത്തി ഉറക്കും. എന്ന് പറഞ്ഞാൽ ഭഗവാനെ 1000 കൊല്ലം ഇരുൾ മൂടിക്കിടന്നൊരു ഗുഹയ്ക്കകത്ത് ഒരു ദീപം തെളിച്ച് വെച്ചാൽ 1000 കൊല്ലത്തെ ഇരുട്ട് മാറുമെന്നാണ് ദീപം നമ്മളെ പഠിപ്പിച്ചത്. ആ കുട്ടിയുടെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് 12 മണിക്ക് വിളിച്ചെണീപ്പിച്ച് 5 തിരിയും കത്തിച്ച് വെച്ച് അത് ഊതി അവനെ കൊണ്ട് തന്നെ ആ ദീപത്തെ, എനിക്ക് പ്രകാശം വേണ്ട, എനിക്ക് സച്ചിന്ത വേണ്ട, എനിക്ക് ഇരുട്ട് മതിയെന്നും പറഞ്ഞ് ഊതിക്കെടുത്തിയിട്ടാണ് അവൻ്റെ ജന്മദിനം ആഘോഷിക്കുക. പിന്നെ അവൻ എങ്ങനെ മയക്കുമരുന്ന് കഴിക്കാതിരിക്കും? കാരണം അമ്മ തന്നെയാണ് ചെയ്യണത്. ഊതിക്കെടുത്തിച്ച് അവൻ്റെ ഇരുട്ട് അവൻ്റെ വെളിച്ചത്തെ നശിപ്പിക്കുക. എന്താ ചെയ്യേണ്ട പിറന്നാളിനെ? ബ്രാഹ്മ മുഹൂർത്തത്തിൽ ആ കുട്ടിയെ ഉണർത്തുക, എന്നിട്ട് കുളിപ്പിക്കുക, എന്നിട്ട് മുത്തശ്ശി കയ്യും പിടിച്ച് അല്ലെങ്കിൽ അമ്മയും അച്ഛനും കയ്യും പിടിച്ച് ക്ഷേത്രത്തിൽ പോവുക. പോകുന്ന വഴിയൊക്കെ കഥകൾ പറയുക, പുരാണങ്ങളൊക്കെ. മക്കളെ, ജന്മദിനം ഇങ്ങനെയാണ്, ഇങ്ങനെ ആഘോഷിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ കയ്യും പിടിച്ച് ക്ഷേത്രത്തിൽ വരുമ്പോൾ മുത്തശ്ശി പറയും, ഇതാണ് മോനെ അരയാൽ, ഇതിൽ ധാരാളം ഓക്സിജൻ്റെ അളവുണ്ട്, ഇതിന് ചുവട്ടിലിരുന്നാൽ നമുക്ക് നല്ല എനർജി കിട്ടും, ഇതിന് പ്രദക്ഷിണം ചെയ്താൽ നമുക്ക് നല്ല ശാരീരിക ഗുണം കിട്ടും, കാര്യക്ഷമത ഉണ്ടാവും, നല്ല ബുദ്ധിയെ പ്രകാശിക്കും. ഇത് ക്ഷേത്രമാണ്. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന അവസ്ഥയാണ്. ക്ഷയമെന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ, അജ്ഞത, നമ്മളുടെ ഇരുട്ട് മാറ്റുന്ന സ്ഥലമാണ്. ഇവിടെ ഇരിക്കുന്ന ധർമ്മശാസ്താവാണ്. ധർമ്മശാസ്താവും അയ്യപ്പനും രണ്ടും രണ്ടാണ്. ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് ആ കുട്ടിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തൊഴിയിച്ച് തീർത്ഥവും ചന്ദനമൊക്കെ വാങ്ങി തൊടിയിച്ച് ആ കുട്ടിയുടെ പേരിൽ ജന്മനക്ഷത്രമാണ് പുഷ്പാഞ്ജലിയൊക്കെ നടത്തി തിരിച്ച് വീട്ടിൽ ചെന്ന് അവന് നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി അവൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ചുറ്റുമിരുത്തി ഒരു വിളക്ക് കത്തിച്ച് ഒരു കലശമൊക്കെ വെച്ച് അതിനെ പൂജിച്ച്, അമ്മയ്ക്ക് തന്നെ പൂജിക്കാം, ജന്മനക്ഷത്ര കലശമാണ്, മോൻ്റെ പേരിൽ ഒരു വിഷ്ണു പൂജയൊക്കെ സങ്കല്പിച്ച് ചെയ്ത് ആ കലശം ആ കുട്ടിയെ തളിച്ച് അവൻ്റെ കൂട്ടുകാരെ വിളിച്ച് നല്ല സദ്യ കൊടുക്കണം. അങ്ങനെ വളരുന്ന കുട്ടിയുടെ സംസ്കാരം എന്തായിരിക്കുമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക.